ട്രാവൽ വിത്ത് അലോകിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പം നിൽക്കുന്നത് ലക്ഷദ്വീപിലെ ബംഗാരത്തിലാണ്. ബംഗാരത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അടിപൊളി ബീച്ചസ് ഉണ്ട്. അതുപോലെ അവിടെ ഒറ്റ റിസോർട്ടും ഉള്ളു. അതുകൊണ്ട് ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. നമുക്ക് വളരെ സ്വസ്ഥമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ബീച്ചസ് ഉള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന ലക്ഷദ്വീപിലെ ബംഗാരം ഐലൻഡ്. അങ്ങോട്ട് വരുന്നത് നമ്മളിപ്പോൾ അഗാത്തിൽ ചെല്ലുന്നെങ്കിൽ അഗാത്തിൽ നിന്ന് നമുക്ക് ബോട്ടിൽ കയറി ഈ പറയുന്ന ബംഗാരത്തിലോട്ട് എത്താൻ പറ്റും. നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ബംഗാരത്തിലെ കുറച്ച് ആൾക്കാർ ആ മനോഹരമായ കടലിൽ കൂടെ ഫിഷിങ് നടത്തി തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോരാൻ തോന്നുന്നില്ല. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്കിവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനം കൊണ്ടൊക്കെ തിന്നകര പെരളിയൊക്കെ പോകാൻ പോവാണ്. ഇനി ഇവിടെ നിന്ന് ഈ ബംഗാരത്തിൽ നിന്ന് തിന്നകരയൊക്കെ പോകുന്നത് ചെറിയൊരു വള്ളത്തിലാണ്, മോട്ടർ വെച്ച ചെറിയ വള്ളത്തെ. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. കുടിക്കാനുള്ള വെള്ളം കൊണ്ടുപോകണം. അതുപോലെ തന്നെ അവിടെ ചെന്ന് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. പോകുന്ന വഴിക്ക് മീൻ പിടിച്ചിട്ട് ആ മീൻ വെച്ച് കുക്ക് ചെയ്ത് കഴിക്കാം എന്നുള്ളൊരു വിചാരത്തിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഞങ്ങളപ്പം സാധനം കൊണ്ടൊക്കെ തിന്നകര പോവാണ്. ഇനി പോകുന്ന വഴിക്ക് നമ്മൾ മീനൊക്കെ പിടിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് തിരിച്ചു വരും. മറ്റേ എല്ലാ സാധനങ്ങളും ഉണ്ട്. മറ്റേ നമ്മുടെ ബോട്ടിനുള്ള പെട്രോൾ തൊട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. മീനെ പിടിക്കാനുള്ള ചൂണ്ടയുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് ഈ ഒരു ബീച്ചിലൂടെയാണ്. ബംഗാരം വന്ന സമയത്ത് ആദ്യം കടലൊക്കെ ഭയങ്കര റഫായി കിടന്ന കണ്ടാണ്. അതൊക്കെ മാറി ഇപ്പോൾ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു കടലാണ്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ പോകുന്നത്. ഈ ബോട്ടയിലാണ് നമ്മൾ മീൻ പിടിക്കാനും ഇവിടെ നിന്ന് പിന്നറിയിലോട്ട് നമ്മൾ പോവുകയും ചെയ്യുന്ന കടലിൽ കൂടെ. ഈ ഒരു ബോട്ടിലാകുമ്പോൾ ഇതിൻ്റെ ഒരു യാത്രയുടെ ഒരു സുഖം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത്രയും ചെറിയൊരു ബോട്ടാണ്. ആ ബോട്ട് കടലിൽ കൂടെ നമ്മൾ പോവുകയാണ്. അകത്തെ ചൂണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇന്നത്തെ ഒരു ദിവസം ബംഗാരത്തിൽ നിന്ന് തിന്നകര പെരളിയൊക്കെ പോയിട്ട് പൊളിച്ചിട്ട് തിരിച്ച് വരാൻ പോകും. അപ്പോൾ നമ്മുടെ ബോട്ട് യാത്ര ഇവിടെ നിന്ന് ആരംഭിച്ച് ഈ കരയിൽ നിന്നാണ് കയറിയത്. നമ്മൾ നേരെ ഈ ഒരു വള്ളത്തെ ഇങ്ങനെ ആടി ഒലഞ്ഞ് ഇങ്ങനെ നമ്മൾ മീനെ പിടിച്ച് തിന്നകര പെരളിയൊക്കെ പോകാൻ പോവാണ്. നല്ല രസമാണ്. അതിൻ്റെ പോക്കിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ ഉണ്ട്. ഭയങ്കര ധൈര്യത്തോടെ ഇരിക്കുന്ന കുറച്ച് ദിവസം കാണാം. അപ്പോൾ നമ്മൾ അങ്ങനെ ആ കാണുന്നതാണ് ബംഗാരം. ബംഗാരത്തു നിന്ന് ഈ കാണുന്ന ദ്വീപാണ് നമ്മുടെ തിന്നകര. അതിനപ്പുറത്തൊരു ചെറിയൊരു ദ്വീപ് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ഇപ്പോൾ ക്യാമറയ്ക്കകത്ത് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് നമ്മുടെ പെരളി. അപ്പം നമ്മൾ ഇന്ന് ഈ കടലിൽ കൂടെ ഇങ്ങനെ നടന്ന് കുറച്ച് മീനൊക്കെ പിടിച്ച് അവിടെ കൊണ്ടുപോയി കഴിക്കണം. ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നോക്കി അറിയാം, നല്ല പച്ചാളത്തിലുള്ള വെള്ളമാണ് കിടക്കുന്നത്. നമ്മൾ ഈ വലിയ വലിയ ബോട്ടേലും ഒക്കെ കടലിൽ കൂടെ പോയാൽ അതിൻ്റെ ഫീല് കിട്ടുന്നത്. പക്ഷേ ഇതാകുമ്പോൾ രസമാണ്. ഇങ്ങനെ ആടി ഒലഞ്ഞ് ഈ തിരയുടെ പൊക്കത്തോടെ പോകുന്നതിൻ്റെ ഒരു ഫീല് അത് വന്ന് അനുഭവിച്ചതിനെ അറിയേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇത് വലിയൊരു ആമ പോകുന്നു. നമുക്ക് വെള്ളത്തെ ഉണ്ട്. ഈ കിടക്കുന്ന ആമയാണ്. ഇത് വെള്ളത്തിലായതുകൊണ്ട് അതിൻ്റെ വലിപ്പം അങ്ങോട്ട് കറക്റ്റ് മനസ്സിലാകുന്നില്ല. അതാണ് കടല. ഈ കാണുന്ന ദ്വീപാണ് വലിയ പെരളി എന്ന് പറയുന്ന ദ്വീപ്. ആ കാണുന്നത് ചെറിയ പെരളി എന്ന് പറയുന്ന ദ്വീപ്. ആ കാണുന്നത് അതിൻ്റെ പേരെന്താണ്? ആ കാണുന്നത് തിന്നകര. നമ്മളിത് ആ വന്ന് ബംഗാരം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് നമ്മളിത് ഇവിടെ എത്തി. ഇനി നമുക്ക് മീനെയൊക്കെ പിടിക്കണം. മുനീറിനെ കൊണ്ട് മീനെയൊക്കെ വെട്ടിക്കണം. അതാകുമ്പോൾ ഭയങ്കര കുക്കാന്ന് പറയുന്നത്. അവനെ കൊണ്ട് മീൻ വറപ്പിക്കണം. എന്നിട്ട് അരിയൊക്കെ ഇട്ട് കഴിക്കണം. നമ്മൾ വന്ന ബോട്ട് പോകുന്ന കരയിലോട്ട് നമ്മളിവിടെ ഇടയ്ക്ക് ഇറങ്ങിയാണ്. ഇവിടുത്തെ ഇത്രയും വെള്ളമൊക്കെ ഉള്ളു. അതുകൊണ്ട് സുഖകരമായിട്ട് നമുക്കിങ്ങനെ നടക്കാം.
അപ്പം നമ്മുടെ ബോട്ട് ദേ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഇങ്ങോട്ട് നടന്നു പോവാണ്. താഴെ ഫുള്ള് മറ്റേ കോറൽസാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഈ നോക്കി നടന്നില്ലെങ്കിൽ കാലെ കൊണ്ട് കാല് മുറിയും. ഇത് പ്രത്യേക ഫീൽ കേട്ടോ. കാരണം ഞാൻ ഈ ആൻഡമാനിൽ പോയ സമയത്ത് അവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ ഇങ്ങനെ ഇപ്പം ടൂറിസ്റ്റുകളൊക്കെ ഒത്തിരി പേര് വന്നതുകൊണ്ട് ഭയങ്കര തിരക്കും ബിസിയും, പിന്നെ ആ പാടെ ഫുള്ളൊരു കച്ചവടമയമാണ് ഫീൽ ചെയ്തത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ടൂറിസം ഇങ്ങനെ ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഈ പറയുന്ന കടൽത്തീരത്ത് നമ്മൾ മാത്രമാണ് ഇപ്പം സത്യം പറഞ്ഞുള്ളത്. വേറെ ആരും ഇവിടെ ഇല്ല. നമ്മൾ കുറച്ച് പേര് മാത്രമാണ് ഉള്ളത്. നേരത്തെ ഒരു ബോട്ടുണ്ടായിരുന്നു, അവർ വന്നിട്ട് തിരിച്ചു പോയി. ഇത്രയും വിശാലമായ കടൽത്തീരത്ത് നമ്മൾ മാത്രമാണ്. ഇവിടെ നമ്മുടെ കാഴ്ച ഉണ്ട്. ഇതാണ് ഇതുണ്ട്. ഈ കിടക്കുന്നത് ഒന്നും എന്താണ് മതിൽ കെട്ടിയേക്കുന്ന കല്ല് കെട്ടിയേക്കുന്നൊന്നുമല്ല. ഇത് ഫുള്ള് ഇവിടുത്തെ തന്നെ കോറലാണ്. ഈ കോറൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അപ്പുറത്ത് നല്ല ശാന്തമായിട്ടുള്ള നമ്മുടെ കടലാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് നോക്കിയാൽ നല്ല തിരയുള്ള കടലാണ് ഉള്ളത്. നമുക്ക് ഇനി അങ്ങോട്ടൊന്ന് പോകാം. ഇവിടെ ഈ ഒരു കോറൽ ഇല്ലായിരുന്നെങ്കിൽ ആ കടൽ ഇങ്ങോട്ട് കയറി ഇവിടെ എല്ലാം ഇതുപോലെ തന്നെയുള്ള റഫായിട്ടുള്ള അല്ലെങ്കിൽ നോർമൽ സീ വന്നേന്. ഇപ്പോൾ അവിടെ ഈ പറയുന്ന കോറൽസ് ഇവിടെ ഫുള്ള് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇവിടെ നല്ല വിശാലമായിട്ടുള്ള ശാന്തമായിട്ടുള്ള നല്ല പച്ചപ്പുള്ള വെള്ളം. നമ്മൾ നടക്കുന്ന ഈ സ്ഥലത്ത് ഇപ്പം കടൽ വെള്ളം ഇല്ല. പക്ഷേ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഇവിടെ ആ കടൽ കയറി വരും. അപ്പോൾ ഇങ്ങനെ ഫുള്ള് അങ്ങോട്ട് ഈ കോറൽസ് കിടക്കുന്നതുകൊണ്ടാണ്, അവിടെ ഒരു മതിൽ പോലെ കോറൽസ് കിടക്കുന്നതുകൊണ്ടാണ് അങ്ങോട്ട് ഈ തിര ഒത്തിരി അടിക്കാത്തത്. ഇതിപ്പം വെള്ളം ഇറങ്ങിപ്പോയേക്കുന്നതാണ്. ആണ് ഈ കുറച്ച് വെള്ളം ഇങ്ങനെ കിടക്കുന്നത്. ഒരു ഈവനിങ് അല്ലെങ്കിൽ ഒരു നൈറ്റൊക്കെ ആകുമ്പോൾ ഇവിടെയും പതിയെ വെള്ളം കയറി വരും. നടക്കുമ്പം വളരെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഈ പറയുന്ന കല്ലൊക്കെ ഭയങ്കര മൂർച്ച വെള്ളമാണ്. കടൽ ഇങ്ങനെ അങ്ങോട്ട് കയറി വരുന്നതാണ്. നേരത്തെ ഇവിടെ ഇത്രയും തിരയില്ലായിരുന്നു. ഇപ്പോൾ കണ്ടോ തിര കയറി ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളം കുറച്ച് കഴിയുമ്പോൾ കയറി അവിടം വരെ ചെല്ലും. നമ്മുടെ പെരളി ദ്വീപിലെ ഒരു അശോക സ്തംഭമൊക്കെയാണ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്. പെരളി ഐലൻഡ് ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപ്സ് എന്ന് എഴുതുക. ലക്ഷദ്വീപ്സ് LACCADIVES. പണ്ട് അങ്ങനെയാണ് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് നമുക്ക് ഈ വീഡിയോ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് മാരിയോ ഉണ്ടായിരുന്നു. ആ കൂടെ തന്നെ ഒരു ട്രഷർ ഐലൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അതാണെങ്കിൽ ചാടി ആ ആൾ നടക്കുന്ന ദ്വീപ് പോലുണ്ട്. കാരണം ഫുള്ള് തെങ്ങും ഈ വെള്ള മണലും തേങ്ങയും പിന്നെ നമ്മുടെ നല്ല പച്ചനിറത്തിലുള്ള കടലുകളിലൊക്കെ ആയിട്ട് അത്യാവശ്യം വന്ന് വെയിലൊക്കെ കൊണ്ട് നടക്കുവാണ്. അത്യാവശ്യം മുഖമൊക്കെ അത് കണ്ടറിയാം ക്ഷീണിച്ചിരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, നമുക്ക് പറ്റുന്നത്ര സമയം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്നത്ര സ്ഥലങ്ങൾ പോയി കവർ ചെയ്യണം.